ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു. ഇത് കണ്ട് പ്രോഡക്റ്റിന്റെ നെയിം ചോദിക്കും. ഇതൊക്കെ ഇട്ടാ ഉറപ്പായിട്ട് നീ അങ്ങനെ വരല ഗൈസ്. ഇവളുടെ കൂടെ ഉള്ളപ്പോ ഞാൻ ഷാളും കൊടുക്കും. ഞാൻ പറയട്ടെ, നമ്മുടെ കണ്ടന്റ് ഇതൊന്നും അല്ല. നമ്മുടെ കണ്ടന്റ് നീ ഒന്ന് പോയിക്കോ. നമ്മുടെ കണ്ടന്റ് നമ്മുടെ കടയെ കുറിച്ച് തന്നെ കണ്ടന്റ്. കൊറേ ഉണ്ട് ഗൈസ്. നമ്മുടെ കൊറേ പ്ലാൻസ്. ഇവിടെ ഇരുന്നിട്ട് എന്റെ നോട്ടം പോകും ഇങ്ങോട്ട്, നാട്ടുകാരുടെ നോട്ടം അങ്ങനെ നോക്കാൻ പോയിട്ടൊന്നും ഇന്നത്തോട്ട് കുഴപ്പമില്ല. നീ മൂക്കളെ ചീറ്റി വെച്ചാണോടി? അല്ല, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയത്. അപ്പൊ ഗൈസ്, നമ്മുടെ കണ്ടന്റ് എന്താന്ന് വെച്ചാൽ ഡെയിലി ഓരോ നാട്ടുകാരെ പ്രാങ്ക് ചെയ്യും. കുക്കിംഗ് അറിയത്തില്ല. എനിക്കറിയാം കുക്കിംഗ് വേണ്ട. കുക്കിംഗ് നല്ലൊരു ഐഡിയ കേട്ടോ. കുക്കിംഗ് കഴിവ് അത്രയും ഉണ്ടോ നിനക്ക്? ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇല്ല, അവിടെ ജീവനോടെ ഉണ്ടല്ലോ. എനിക്കറിയാം നിന്റെ എന്തൊരു കിഴങ്ങ് കറി, തക്കാളി കറി. അതൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. തക്കാളി കറി. തക്കാളി കറി അല്ല, കിഴങ്ങോ? കിഴങ്ങ് കഴിക്കത്തോരും. ഇത് എന്നാ ചെയ്യുന്ന ബിസിനസ് തന്നെ. നമ്മുടെ വീഡിയോ പ്രൊഡക്ട്സ് എടുക്കാൻ പോകുന്ന വീഡിയോ. അതെ, ഞാനത് ഇട്ടിട്ട് വ്യൂസ് ഞാൻ അക്ഷയ നന്നായത് കുടിയത്. ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്ക് നാട്ടുകാരെ പറ്റിക്കുന്നതാണ് ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം. അത് മലയാളികൾക്ക്. അതാ ഞാൻ പറഞ്ഞ പ്രാങ്കോട് എങ്ങനെ എന്നെ കൊണ്ട് ഇത് സാധിക്കുന്നില്ലേ? നമുക്ക് കുറച്ച് ഡാൻസ് ഒക്കെ ഇറങ്ങിയില്ലേ? മറ്റേ പുള്ളിയില്ലേ, നീ നിനക്ക് അറിയാം, മറ്റേ കൊറിയോഗ്രാഫർ പുറകെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. അല്ല, എന്റെ വീട് പുള്ളി മാത്രമേ വരുന്നുള്ളൂ. പുള്ളിയുടെ ഒരു ഡാൻസും പുള്ളിയുടെ ഒരു പാട്ടും ഇങ്ങനെ നിന്റെ നുണക്കുഴി കാണാം. അപ്പൊ അവൻ പുറകെ ഇരുന്ന് ഇങ്ങനെ കുറച്ച് എക്സ്പ്രഷൻ. അവൻ പുറകെ വന്ന എടി പോടി, ലോക്കൽസിനെ വിട്. എടി മറ്റേ ആ കഴിവ് എനിക്കില്ല. ഓ എന്റെ എടി, ഇവനെ ഞാൻ ഭയങ്കര ഫാനാട്ടോ പുള്ളിയുടെ. ഇവനൊന്ന് നമ്മുടെ വീഡിയോയുടെ പുറകെ വന്നാ മതി, ബാക്കി കത്തി കറി. പുള്ളി പുറകെ വന്നിട്ട് കാര്യമില്ല, നമ്മുടെ ഫ്രണ്ടിൽ അത് കളിക്കണം. അലക്സാണ്ടർ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് നമ്മുടെ ബിസിനസ് പ്ലാൻ നാട്ടുകാരുണ്ട്. നമ്മൾ ബിസിനസ് നല്ല കഴിച്ച ബിസിനസ് ഉണ്ട്. കട്ടനൊക്കെ കണ്ടില്ലേ? ഞങ്ങളുടെ കടയാണ്. എടി ഇറാനി ശരിക്കും ആരടി? എനിക്ക് സായിട്ട പേരെ ഇതൊന്നും അല്ല. എന്ന് കടയുടെ പേര് കുളീന എന്നായിരുന്നു കടയുടെ പേര്. കുളീന ഡിസൈൻസ്. ഇറാനി അല്ലേ? കുളീനയോ? കുളീനക്ക് എന്നാ പ്രശ്നം? കുളീന എന്നായിരുന്നു എൻ്റെ കടയുടെ പേര്. അത് കട ഇവിടെ കടയിടാൻ നേരത്തെ എൻ്റെ അനിയനാന്ന് ഞാൻ നോക്കിയപ്പോൾ ബോർഡിൽ എഴുതി കൊടുത്തിരിക്കുന്നു ഇറാനി ഡിസൈൻസ്. ഞാൻ ചോദിച്ചു ഇറാനി ആരാ? നിന്റെ ആണോ? വെല്ലിപ്പന്റെ പേര് ഇറാനി. വെല്ലിപ്പന്റെ പേരൊന്നും ഓർത്തിട്ടതല്ല. അവനൊരു ദിവസം ഇങ്ങനെ ചുമ്മാ വഴി കൂടെ പോയപ്പോൾ മമ്മ എന്താ വെല്ലിപ്പനെ കുറിച്ച് എന്താ പറഞ്ഞത് പറഞ്ഞു. പുള്ളിയുടെ മമ്മയുടെ വെല്ലിപ്പന്റെ പേര് ഇറാനി എന്നായിരുന്നു. ഇറാനി ഡിസൈൻസ് കൊള്ളാം. ഇറാനി പക്ഷെ കോമൺ. ഇറാനി ഞങ്ങൾ ഈ കട ഇട്ടപ്പോഴാണ് ഇറാനി ചായ ഇറങ്ങിയത്. പിന്നെ തൊട്ട് ഇറാനി ചായ പോയാലിപ്പോ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇപ്പൊ ഉണ്ട്, അത് ഫുൾ ടൈം ഉണ്ട്. കോട്ടയത്താണ് ആദ്യമായിട്ട് ഇറാനി. അതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്തല്ലോ. ചായക്കട ഇടുന്ന കാര്യമാണ്. ആൾക്കാർ ഓർക്കും മറ്റേ കുട്ടിക്കും കൂട്ടിട്ട് ഞാൻ ചായ ഇല്ല. റിച്ച് പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. ഇവിടെ തുടങ്ങും നീ. ട്രെയിനർ അവസാനം എന്റെ ശല്യം സഹിക്കാൻ പറഞ്ഞു. ഇനി ഫ്രൈഡേ എങ്ങനെ കെട്ടിയത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്? സൈറ്റിന്റെ എടുത്തിട്ട്
18-ാം വയസ്സ് ഞാൻ ക്രൈം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് കുറെ. നല്ലതൊന്നും വരുന്നില്ലല്ലോ. എടി നമുക്ക് മേക്കപ്പ് ഇട്ടാലോ? പക്ഷെ മേക്കപ്പ് ഇടാൻ എനിക്ക് ഇതിനകത്ത് തന്നെ ഒന്നും ഇല്ല. ഞാൻ ഓജോ പോട്ട് അങ്ങനത്തെ എഴുതാൻ ഒരു പേന തരാവേ. ഇല്ല ഓജോ പോട്ടൊന്നും പറ്റില്ല. ഇത് പിടിക്കുക. ഏതോ ഒരു പേന. എടി എന്റെ രണ്ടൊരു പേന. ആ ലോക്കൽ പേന പറഞ്ഞത് ഓജോ പോട്ട് പേന കൃപാസനത്തിന്റെ. ഇതിന് 10 രൂപ, ഇതിന് 3 രൂപയുടെ. പിന്നെ കൃപാസനെന്നറിയാവോ? ഞാൻ വിശ്വാസിയല്ല, പക്ഷെ എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്. എനിക്ക് വേറെ കുറെ കാര്യങ്ങളോടാണ്. എങ്ങനെ വിശ്വസിക്കാതിരിക്കും? രാത്രി 9 മണി കഴിഞ്ഞാൽ പുള്ളിക്കാർ റൂമിൽ കയറി നോജോ ബോർഡ് കളിക്കാം. വീട്ടുകാർ 6 മണിയാകുമ്പോൾ ശാലോം TV ഓൺ ചെയ്യും. നിന്നെപ്പോലുള്ള പിള്ളേരൊക്കെ ഞാനിങ്ങനെ ഇതിന് കോൺസെൻട്രേറ്റ് ചെയ്യും. ഫെബ്രുവരി